ഓക്കെ, ബാക്കിയുള്ള അപ്രോക്സിമേഷൻസിന്റെ അകത്തോട്ടൊക്കെ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് പറയേണ്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഐസൊലേറ്റ് ആയി കിടക്കുമായിരിക്കും. ഇതിപ്പോ തന്നെ ഈക്വേഷൻ നോക്കും, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x എന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റ്. ഇത് ഇവിടെ y LHS-ലും ഓക്കെ, എക്സിന്റെ എല്ലാ ടേമും RHS-ലും കിടക്കുന്നത്. അതായത് എക്സും വൈയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് dy/dx എടുക്കണേ എന്ത് ഡയറക്റ്റ് എടുക്കാം, dy/dx ഈക്വൽ ടു 2x പ്ലസ് 3. ഓക്കെ, അതായത് ബേസിക്കലി എക്സും വൈയും ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയേക്കുക. ഇനി ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അതായത് എക്സും വൈയും ഐസൊലേറ്റഡ് അല്ല. അതായത് LHS തന്നെ നോക്ക്, LHS തന്നെ എക്സിന്റെ ടേമും വൈയുടെ ടേമും ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട എങ്ങനെയായിരുന്നു, LHS ഒന്നി വൈയുടെ ടേം, RHS മാത്രം എക്സിന്റെ ടേം, അല്ലെങ്കിൽ LHS എക്സിന്റെ ടേം മാത്രം, RHS മാത്രം വൈയുടെ ടേം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ നോക്ക്, LHS എക്സിന്റെ വൈയുടെ ടേം വന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കും വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അതായത് dx സ്ക്വയർ ബൈ dy, അതുപോലെ തന്നെ dy സ്ക്വയർ ബൈ dy, d/dx ഓഫ് 25. ഇത് മൊത്തം നമ്മൾ എടുക്കും. അങ്ങനെയാണ് ബേസിക്കലി ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ സോൾവ് ചെയ്യുന്നത്. ബേസിക്കലി നോക്ക്, ഫസ്റ്റ് d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടും നമുക്ക്, 2x കിട്ടും. d/dx ഓഫ് y സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, 2y കിട്ടും. 2y മാത്രമാണോ, അല്ല, ഇൻറ്റു dy/dx. അതിന്റെ കാരണം എന്താ, കാരണം നമ്മളിവിടെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അതുകൊണ്ടാണ് dy/dx ഈക്വൽ ടു എന്ത് കിട്ടും, d/dx ഓഫ് 25, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് 0 കിട്ടും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ബേസിക്കലി സോൾവ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷനും, അല്ലാതെ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, നിങ്ങളായിട്ട് തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇവിടെ വെച്ചേക്കാം, നിങ്ങളായിട്ട് തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കിട്ടുന്നത് x³ × y പ്ലസ് 5² ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ്. അതായത് ഇവിടെ തന്നെ LHS തന്നെ എക്സിന്റെയും വൈയുടെയും ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടൈം തന്നെ എക്സും വൈയും മൾട്ടിപ്ലൈഡ് ആയിട്ട് തന്നെ കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോത്തിനും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, d/dx ഓഫ് x³ പ്ലസ് d/dx ഓഫ് y² ഈക്വൽ ടു d/dx ഓഫ് സൈൻ എക്സ് എന്ന് കിട്ടും. അതിന് ചെയിൻ റൂൾ ഒക്കെ വെച്ച് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്ത് അൾട്ടിമേറ്റ്ലി നമുക്ക് ആ സൊല്യൂഷൻ കിട്ടും. അത്രയേ ഉള്ളൂ ബേസിക്കലി ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, അല്ലാതെ വേറൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ വെക്കാറില്ല. ചിലപ്പം അത് ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കേൾക്കും ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. അത് ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉണ്ടാവും.